Hello students, welcome to the channel EduScore and ഇന്ന് നമ്മൾ ക്ലാസ് 6 geography first chapter ആയ the earth in the solar system ആണ് നോക്കാൻ പോകുന്നത്. So if you are new to the channel, please subscribe to the channel and let us get started. നിങ്ങൾക്ക് എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ comment sectionൽ ഇടാം and I'll be answering the questions. Okay, so let us get started with the chapter the earth in the solar system. How wonderful it is to watch the sky after sunset. So നിങ്ങൾ രാത്രി ഒരു സന്ധ്യാസമയം കഴിഞ്ഞാൽ ആകാശത്തിലേക്ക് നോക്കിയാൽ കുറേ സ്റ്റാർസ് കാണാം, മൂണ് കാണാം അല്ലേ? നല്ല ഭംഗിയല്ലേ രാത്രി സ്കൈയിൽ ഇങ്ങനെ സ്റ്റാർസ് ഇങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ. സൂൺ യു വുഡ് സീ ദി നമ്പർ ഇൻക്രീസിങ്. യു കനോട്ട് കൗണ്ട് ദം എനിമോർ. ആദ്യം മെയിനായിട്ട് ഇങ്ങനെ പെട്ടെന്ന് നോക്കിയ ഉടനെ നമുക്ക് ഒന്ന് രണ്ടെണ്ണം കാണാം. പക്ഷേ പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്റ്റാർസിനെ കാണാൻ പറ്റും. ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ടുള്ള കുറേ സ്റ്റാർസിനെ കാണാൻ പറ്റും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് മൂണിനെയും കാണാൻ പറ്റും അല്ലേ? സോ മൂൺ ഉണ്ടെങ്കിലും മൂണിനെ കാണാം, അഥവാ മൂൺ ഇല്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് സ്റ്റാർസിനെ ഇനിയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ദി ഹോൾ സ്കൈ ഇസ് ഫിൽഡ് വിത്ത് ടൈനി ഷൈനിങ് ഒബ്ജക്ട്സ്. സം ആർ ബ്രൈറ്റ്, അതേഴ്സ് ഡിം. ചില സ്റ്റാർസ് നല്ല ബ്രൈറ്റ് ആയിട്ട് ഷൈനിങ് ആയിട്ട് കാണാൻ സാധിക്കും, ചിലത് കുറച്ച് ഡള്ളായിട്ടായിരിക്കും. It seems as if the sky is studded with diamonds. They all appear to be twinkling. നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ സ്കൈയിൽ കുറേ ഡയമണ്ട്സ്, കുറേ ഇങ്ങനത്തെ സ്റ്റോൺസ് വെച്ച പോലെ അത് മിന്നിക്കളിക്കുന്നതാണ് അല്ലേ? അങ്ങനെ തോന്നും നമുക്ക്. But if you look at them carefully, you will notice that some of them do not twinkle as others do. They simply glow without any flicker, just as the moon shines. നമ്മൾ സ്കൈയിൽ നോക്കിയാൽ കുറേ സ്റ്റാർസ് പോലത്തെ സംഭവങ്ങളുണ്ടാവും. അതിൽ ചിലതിനെ നോക്കിയാൽ അത് ട്വിങ്കിൾ ചെയ്യുന്നുണ്ടാവില്ല. ട്വിങ്കിൾ ചെയ്യുക പറഞ്ഞാൽ ഇങ്ങനെ ലൈറ്റ് കൂടുതലാവുക കുറയുക ഇങ്ങനെ മിന്നിക്കളിക്കുക, അതിനാണ് ട്വിങ്കിൾ എന്ന് പറയുക. ഈ സ്കൈയിലുള്ള ചില ഒബ്ജക്ട്സിനെ നോക്കിയാൽ നമുക്ക് കാണാം അത് ട്വിങ്കിൾ ചെയ്യുന്നില്ല എന്ന്, അത് ജസ്റ്റ് ലൈറ്റ് തരുന്നേ ഉള്ളൂ. മൂൺ എങ്ങനെയാണോ അത് ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും, ഒരു ഷൈനിങ് ആയിട്ടാണ്, അതിങ്ങനെ മിന്നിക്കളിക്കില്ല, ഇങ്ങനെ ഒരു ലൈറ്റുള്ള ഗ്ലോ മാത്രമേ ഉള്ളൂ. അങ്ങനത്തേതാണ് ചില ഒബ്ജക്ട്സ്. Along with these bright objects, you may also see moon on most of the days. It may, however, appear at different times in different shapes and at different positions. നമ്മൾ മൂണിനെ നോക്കിയാൽ അതിൻ്റെ ഓരോരോ ദിവസം നോക്കിയാൽ തന്നെ അതിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും, അതിൻ്റെ സൈസ് മാറിക്കൊണ്ടിരിക്കും, ആൻഡ് അതിൻ്റെ പൊസിഷനും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ സ്കൈയിൽ ഏത് സ്ഥലത്താണോ നോക്കുന്നത് അതേ സ്ഥലത്തായിരിക്കില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് മൂണിനെ കാണാൻ സാധിക്കുക, അതിൻ്റെ ലൊക്കേഷനും മാറും. സോ യു ക്യാൻ സീ ദ ഫുൾ മൂൺ ഓൺലി വൺസ് ഇൻ അബൌട്ട് എ മന്ത്സ് ടൈം. ഫുൾ മൂൺ ഉള്ള ദിവസം മൂണിൻ്റെ ഷേപ്പ് ഫുൾ സർക്കിളായിട്ടുണ്ടാവും. അത് നമുക്ക് ആകെ മാസത്തിൽ ഒരിക്കലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ദിവസത്തിന് നമ്മൾ ഫുൾ മൂൺ നൈറ്റ് അല്ലെങ്കിൽ പൂർണിമ എന്ന് പറയും. ഫുൾ മൂൺ നൈറ്റ് ഓർ പൂർണിമ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എ ഫോർട്ട്നൈറ്റ് ലേറ്റർ, ഫോർട്ട്നൈറ്റ് പറഞ്ഞാൽ 15 days, ഓക്കെ. എ ഫോർട്ട്നൈറ്റ് ലേറ്റർ യു കനോട്ട് സീ ഇറ്റ് അറ്റ് ഓൾ. ഫുൾ മൂൺ കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂണിനെ കാണാനേ സാധിക്കില്ല സ്കൈയിൽ. ആ ദിവസത്തിന് നമ്മൾ ന്യൂ മൂൺ നൈറ്റ് എന്നാണ് പറയുക, ഓർ അമാവാസ്യ. സോ ഫുൾ മൂൺ എന്ന ദിവസം മൂന്ന് സർക്കിളായിട്ടുണ്ടാവും, ഫുൾ സർക്കിളായിട്ടുണ്ടാവും, ആൻഡ് അതിനെ നമ്മൾ ഇന്ത്യൻ രീതിയിൽ പൂർണിമ എന്ന് പറയും. ആൻഡ് ന്യൂ മൂൺ നൈറ്റ് ഇസ് ദ ഡേ മൂൺ തീരെ ഉണ്ടാവില്ല, നമുക്ക് തീരെ സ്കൈയിൽ കാണാൻ സാധിക്കില്ല. ആ ദിവസത്തിന് ന്യൂ മൂൺ ഡേ എന്ന് പറയും. ആൻഡ് അന്ന് നമ്മൾ ഇന്ത്യൻ രീതിയിൽ അതിനെ അമാവാസ്യ എന്നാണ് പറയുക. On this day, you can watch the night sky best, provided it is a clear night. മൂൺ ഇല്ലാത്ത ദിവസമാണ് നമുക്ക് സ്റ്റാർസിനെയും വേറെയുള്ള ഷൈനിങ് ഒബ്ജക്ട്സ് ലൈക്ക് ദ പ്ലാനറ്റ്സ് അതിനൊക്കെ നമുക്ക് സ്കൈയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ബട്ട് ഇങ്ങനെ ക്ലൗഡ്സ് ഒന്നും ഇല്ലാത്ത ദിവസമായിരിക്കണം, എന്നാൽ നമുക്ക് നല്ല ഫുള്ളി ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. Do you wonder why can't we see the moon and all those bright tiny objects during daytime? It is because the very bright light of the sun does not allow us to see all these bright objects of the night sky. So, daytime സണ്ണിൻ്റെ ലൈറ്റ് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റ് അല്ലേ, നമുക്ക് ഇത്രയും വെളിച്ചം തരുന്ന ഒരു സംഭവമാണ് സൺ. സോ സണ്ണിൽ നിന്നും ഇത്രയും അധികം ലൈറ്റ് വരുമ്പം
ഈ ചെറുതായിട്ട് ലൈറ്റ് വരുന്ന ഈ സ്റ്റാർസും മൂണും അതൊന്നും നമുക്ക് സ്കൈയിൽ കാണാൻ സാധിക്കില്ല. The sun, the moon and all those objects shining in the night sky are called celestial bodies. Sun, moon and all these objects, that is stars, ഇതെല്ലാം കൂടിയാണ് celestial bodies എന്ന് പറയുന്നത്. സോ celestial bodies പറഞ്ഞാൽ ആകാശത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ പ്ലാനറ്റ്സും സൺ, മൂൺ, ഇതെല്ലാം സ്റ്റാർസ്, ഇതെല്ലാം celestial bodies ആണ്. Some celestial bodies are very big and hot. They are made up of gases. They have their own heat and light which they emit in large amounts. These celestial bodies are called stars. So, ചില celestial bodies ഉണ്ട്, അത് വളരെ വലുതാണ് സൈസിൽ. നമ്മൾ എർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് ലൈക്ക് 1000 times, 100 times, 10,000 times വലുതായിരിക്കും. അത് അത്രയും വലുതായിരിക്കും ആൻഡ് അത് അത്രയും ചൂടായിരിക്കും. സോ ജസ്റ്റ് ഇമാജിൻ, സണ്ണ് ഇത്രയും ദൂരെയാണ് നമ്മൾ എർത്തിൽ നിന്നും അല്ലേ, എന്നിട്ടും നമുക്ക് ഇത്ര ചൂട് തോന്നുന്നുണ്ട്. ഉച്ചയ്ക്കൊക്കെ പുറത്ത് പോയാൽ നല്ല ചൂട് തോന്നില്ലേ, ഇത്രയും ദൂരമായിട്ടും കൂടി. സോ ജസ്റ്റ് ഇമാജിൻ ആ സണ്ണ് എത്ര ചൂടായിരിക്കും, ആ സണ്ണിൻ്റെ റിയൽ ടെമ്പറേച്ചർ അല്ലേ. ദീസ് സെലസ്റ്റിയൽ ബോഡീസ് ആർ മെയ്ഡപ്പ് ഓഫ് ഗ്യാസസ്. അതിൽ നിറച്ചും ഗ്യാസസ് ആണ്. ആൻഡ് ദേ പ്രൊഡ്യൂസ് ദെയർ ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ്. അതിൻ്റെ സ്വന്തം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, ബിക്കോസ് ദീസ് ഗ്യാസസ് ആർ ബേണിങ് ആൻഡ് അതിൻ്റെ ഹീറ്റും ജനറേറ്റ് ആവും. ഈ ഹീറ്റ് ആൻഡ് ലൈറ്റിനെ അത് നല്ലോണം പുറത്തേക്ക് എമിറ്റ് ചെയ്യും. ഓക്കെ, പുറത്തേക്ക് അതിൻ്റെ ചൂടിനെയും ലൈറ്റിനെയും പുറത്തേക്ക് വിടുന്നതാണത്. ദീസ് സെലസ്റ്റിയൽ ബോഡീസ് ആർ കോൾഡ് സ്റ്റാർസ്. സോ സൺ ഇസ് എ സ്റ്റാർ. സോ സൺ ആണ് നമ്മളെ സോലാർ സിസ്റ്റത്തിലുള്ള സ്റ്റാർ. ഓക്കെ, സൺ ഇസ് ദ നിയറസ്റ്റ് സ്റ്റാർ to earth. So what are stars in the question might come. So that's when you need to tell that stars are big and hot celestial body which is made up of gases. They have their own heat and light which they emit in large amounts. And sun is a star. Countless twinkling stars in the night sky are similar to the sun, but we do not feel their heat or light. And they look so tiny because they are very very far from us. നമ്മൾ രാത്രി സ്കൈയിൽ കാണുന്ന ഈ സ്റ്റാർസ് ഇല്ലേ, അതും സണ്ണ് പോലത്തെ ഒരു സംഭവമാണ്. ബട്ട് ഇറ്റ്സ് വെരി ഫാർ ഫ്രം അസ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ലൈറ്റും അത്ര കാണാൻ സാധിക്കില്ല ആൻഡ് അതിൻ്റെ ഹീറ്റും നമുക്ക് ഫീൽ ആവില്ല. സോ ദേ ആർ വെരി ഫാർ ഫ്രം അസ്. നമുക്ക് വിചാരിക്കുന്നതിനെക്കാട്ടും അധികം ദൂരെയാണ് അത്, എന്നിട്ടും നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഇമാജിൻ അത് ആക്ച്വലി എത്ര വലുതായിരിക്കും. Let us look into this activity. Let's do. You will need one torch, one sheet of plain paper, pencil and a needle. Place the torch in the center of the paper with its glass front turning the paper. Now draw a circle around the torch. Perforate the paper with the needle within the circled area. Now place the perforated circle part of the paper on the glass front and wrap the paper around the torch with a rubber band. Take care that the switch of the torch is not covered. So, എന്താണ് പറയുന്നത് വെച്ചാൽ, നമ്മളൊരു ടോർച്ച് എടുക്കുക, അതിൻ്റെ മേലെ പേപ്പർ വെക്കുക, എന്നിട്ട് ആ പേപ്പറിൻ്റെ മേലെ ആ ടോർച്ചിൻ്റെ സൈസിലുള്ള ആ സർക്കിളില്ലേ അത് ഡ്രോ ചെയ്യുക. എന്നിട്ട് ആ പേപ്പറിനെ റിമൂവ് ചെയ്തിട്ട് പേപ്പറിൽ നീഡിൽസ് എടുത്തിട്ട് സൂചീനെ കൊണ്ട് കുറേ ചെറിയ ചെറിയ ഓട്ടകൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ പേപ്പറിനെ ആ ടോർച്ചിൻ്റെ മേലെ വെക്കുക, ആ ലൈറ്റ് ഗ്ലാസ്സിലെ ടോർച്ചിൻ്റെ അതിൻ്റെ മേലെ വെക്കുക. ആൻഡ് പേപ്പറിൻ്റെ എഡ്ജസ് ഉണ്ടാവില്ലേ, ആ സർക്കിൾ അല്ലാത്ത ബാക്കിയുള്ള എഡ്ജസിന് ഇങ്ങനെ താത്തിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ആ പേപ്പറിനെ ആ ടോർച്ചിൻ്റെ മേലെ നല്ലോണം സേഫായിട്ട് വെക്കുക. എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യരുത് കേട്ടോ. ആൻഡ് ആ സ്വിച്ചും ഇപ്പം ലൈക്ക് പേപ്പറിൻ്റെ അടിയിലായിരിക്കരുത്. എന്നിട്ട് ഒരു ഡാർക്ക് റൂമിലേക്ക് പോവുക. In a dark room, stand at some distance facing a plain wall. Switch off all other lights. Now flash the torch light on the wall. You'll see numerous dots of light on the wall like stars shining in the night. So, ഒരു ഡാർക്ക് റൂമിലേക്ക് പോയിട്ട് എല്ലാ ലൈറ്റ്സും എല്ലാം ഓഫ് ചെയ്ത് ഫുൾ ഇരുടുള്ള ഒരു റൂമായിരിക്കണം. എന്നിട്ട് ആ റൂമിലേക്ക് പോയിട്ട് ഈ പേപ്പർ വെച്ച ടോർച്ചിനെ ഓൺ ചെയ്യുക. ഓൺ ചെയ്തിട്ട് ഒരു വാളിലേക്ക് കാണിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് കുറേ ചെറിയ ചെറിയ ഡോട്ട്സിനെ കാണാൻ സാധിക്കും, വിച്ച് വിൽ ലുക്ക് ലൈക്ക് സ്റ്റാർസ് ഇൻ ദ നൈറ്റ് സ്കൈ. എന്നിട്ട് ആ റൂമിലെ ലൈറ്റ് എല്ലാം ഓൺ ചെയ്യുക.
അപ്പം നമുക്ക് എന്നിട്ട് ടോർച്ചിനെ ഓഫ് ചെയ്യരുത് കേട്ടോ. ബട്ട് at that time you will see that all the dots of light will be almost invisible. നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് ആ ഡോട്ട്സിനെ കാണാൻ സാധിക്കില്ല വാളിൻ്റെ മേലെ. സോ ദിസ് ഇസ് ദ സിറ്റുവേഷൻ. നമ്മൾ രാത്രിത്തെ സ്കൈയിൽ നോക്കുമ്പോൾ നമുക്ക് സ്റ്റാർസിനെ കാണാൻ സാധിക്കും. പക്ഷേ പകൽ സൺ ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ലൈറ്റ്സിന് സ്റ്റാർസിന് കാണാൻ സാധിക്കില്ല. ബിക്കോസ് സണ്ണിൻ്റെ ബ്രൈറ്റ്നെസ് ഇസ് മോർ ദാൻ ദ ബ്രൈറ്റ്നെസ് ഓഫ് ദോസ് സ്റ്റാർസ് ആൻഡ് മൂൺ. Okay, that's why we can't see. You may now compare the situation with what happens to the bright objects of the night sky after the sun rises in the morning. So, ഈ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് ഒരു ബിഗ് ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടുന്നതാണ്. This can be a question that why are the stars not visible during the day? So, you have the reason that the brightness of the sun is more than the brightness of the stars and the moon. That's why you cannot see the stars and the moon during the daytime and only can see them during the night time. Okay? Any questions, any doubts, please leave in the comments. So let us proceed to next page. You may have noticed that all objects look smaller when seen from a distance. How small an aeroplane looks when it is flying at a great height. സോ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അത് ദൂരം കൂടുന്തോറും ആ സാധനത്തിൻ്റെ സൈസ് നമുക്ക് ചെറുതായതുപോലെ തോന്നും. നമ്മൾ താഴെ നിന്നും മേലോട്ട് ആകാശത്തിൽ എയ്റോപ്ലെയിൻ പറന്നു പോകുന്നത് നോക്കുമ്പോൾ വിൽ ഫീൽ ലൈക്ക് ഓ ഇറ്റ്സ് സോ ടൈനി, എത്ര ചെറുതാന്നു, പക്ഷീൻ്റെ സൈസേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ എന്താവും, നമുക്ക് അതിൻ്റെ ആക്ച്വൽ സൈസ് മനസ്സിലാവും. അതിൽ 200-300 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും, അത്രയും വലുതാണ് എയ്റോപ്ലെയിൻ. ബട്ട് അതിൻ്റെ ദൂരം കൂടുമ്പോൾ നമുക്ക് അത് ചെറുതായിട്ട് തോന്നും. സോ സിമിലർലി നമ്മൾ രാത്രി കാണുന്ന ഈ സ്റ്റാർസ് അത് എത്രയോ ദൂരമാണ്, അതുകൊണ്ടാണ് നമുക്കതിൻ്റെ സൈസ് അത്രയും ചെറുതായിട്ട് തോന്നുന്നത്. ബട്ട് കമ്പയർഡ് ടു ദോസ് സ്റ്റാർസ്, അവർ ക്ലോസസ്റ്റ് സ്റ്റാർ വിച്ച് ഇസ് സൺ, അത് കുറച്ചുകൂടി അടുത്താണ്. സോ ദാറ്റ്സ് വൈ സണ്ണിൻ്റെ സൈസ് നമുക്കൊരു വലിയ സർക്കിളായിട്ട് തോന്നും. While watching the night sky, you may notice various patterns formed by different groups of stars. These are called constellations. So this is another important question. Constellations എന്താണെന്ന് നമ്മൾ രാത്രി ഇങ്ങനെ സ്കൈയിൽ നോക്കിയിരുന്നാൽ, കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നാൽ നമുക്ക് മനസ്സിലാവും ഓരോരോ സ്റ്റാർസും ഓരോരോ പൊസിഷനിലാണുള്ളത്. ആൻഡ് ബിക്കോസ് ദേ ആർ ഇൻ ദാറ്റ് പൊസിഷൻ നമുക്ക് എല്ലാ സ്റ്റാർസിനെയും കൂടി ഒരുമിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഓരോരോ ഷേപ്പ് ഫോം ആയ പോലെ തോന്നും. സോ ദീസ് പാറ്റേൺസ് ഫോംഡ് ബൈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റാർസ് ഇസ് നോൺ ആസ് കോൺസ്റ്റലേഷൻസ്. ഇതാ ഈ ഡയഗ്രാമിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ കുട്ടി നൈറ്റ് സ്കൈയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ 7 സ്റ്റാർസിനെ കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ, ഒരു അരിവാൾ പോലെ ഉണ്ട് അല്ലേ. സോ അതൊരു പാറ്റേൺ ആണ്. പിന്നെ ഇവിടെ 3 സ്റ്റാർസ് ഉണ്ട് ഒരേ ലൈനിൽ, അതും ഒരു പാറ്റേൺ ആണ്. പിന്നെ നമ്മൾ സ്കൈയിലെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ഉണ്ട്, അതാണ് നോർത്ത് സ്റ്റാർ. അപ്പോൾ അത് നോർത്ത് ഡയറക്ഷനിലേക്ക് കാണിക്കും. അങ്ങനെ സോ യു വിൽ ബി ഏബിൾ ടു സീ ലൈക്ക് രാത്രി ഏതെങ്കിലും ഒരു ദിവസം രാത്രി നിങ്ങൾ ടെറസിൽ പോയിട്ട് ഇരുന്നിട്ട് പാരൻസിൻ്റെ കൂട്ടത്തിൽ സ്കൈ നോക്കൂ, വാച്ച് ദ സ്കൈ ആൻഡ് ഒബ്സർവ് ദ സ്റ്റാർസ്, പാറ്റേൺസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക ആൻഡ് ട്രൈ ടു ഡ്രോ ദോസ് പാറ്റേൺസ്. ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. Ursa Major or Big Bear is one such constellation. One of the most easily recognizable constellation is the Saptarishi or Sapta 7 and Rishi Sages. So 7 ഋഷികളാണ് എന്നുള്ള പോലെയാണ് ഈ കോൺസ്റ്റലേഷൻ്റെ പേര്. 7 സ്റ്റാർസിനെ കൊണ്ട് ഫോം ചെയ്തതാണ് അതുകൊണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 7 stars that forms a part of Ursa Major constellation. സോ ഈ കോൺസ്റ്റലേഷൻസിന് ഓരോ ഷേപ്പ് തരുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഉണ്ട്, അതിനൊക്കെ നമ്മൾ ഓരോ പേരിട്ടിട്ടുണ്ട്. സോ അർസ മേജർ അല്ലെങ്കിൽ ബിഗ് ബെയർ എന്നും പറയും. അതിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ് സപ്തഋഷി, 7 സ്റ്റാർസിൻ്റെ ഗ്രൂപ്പാണത്. ആൻഡ് സപ്തഋഷി ഈസ് എ പാർട്ട് ഓഫ് അർസ മേജർ കോൺസ്റ്റലേഷൻ. ഇത് ഓർമ്മിക്കണം കേട്ടോ. Ask someone elder in your family or neighborhood to show you more stars, planets and constellations in the sky. So this activity എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. രാത്രി പോയിട്ട് try to look at the sky and the stars with your family. In ancient times, people used to determine directions during the night with the help of stars. So പണ്ട് സമയത്ത് കമ്പാസ്, ഗൂഗിൾ മാപ്സ് അങ്ങനത്തേതൊന്നും ഇല്ലായിരുന്നല്ലോ. സോ വാട്ട് ഡിഡ് പീപ്പിൾ ഡു? അവർക്ക് രാത്രിയും ട്രാവൽ ചെയ്യണമെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഡയറക്ഷൻ മനസ്സിലാവുക? അവർ സ്റ്റാർസിനെ നോക്കിയിട്ടാണ് ഡയറക്ഷൻ മനസ്സിലാക്കിയത്. സോ നോർത്ത് സ്റ്റാർ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മളെ
സ്കൈയിലുള്ള ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറാണ് നോർത്ത് സ്റ്റാർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പോൾ സ്റ്റാർ. അപ്പോൾ അതിനെ നോക്കിയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും ഓക്കെ ഇത് നോർത്ത് ഡയറക്ഷൻ ആണ്. അപ്പോൾ നോർത്ത് ഏതാണെന്ന് മനസ്സിലായാൽ നമുക്ക് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എല്ലാം മനസ്സിലാവുമല്ലോ. സോ അങ്ങനെയാണ് ആൾക്കാർ പണ്ട് ട്രാവൽ ചെയ്യുമ്പം ഡയറക്ഷൻസ് മനസ്സിലാക്കിയത്. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ രാത്രി നോർത്ത് സ്റ്റാറിനെ നോക്കിയിട്ടാണ് ഡയറക്ഷൻ മനസ്സിലാക്കിയിട്ട് പണ്ടത്തെ ആൾക്കാർ ട്രാവൽ ചെയ്തത്. സോ ഡേ ടൈമിൽ എങ്ങനെയാണ് ഡയറക്ഷൻ മനസ്സിലാവുക? അത് പ്ലീസ് പോസ്റ്റ് ഇറ്റ് ഇൻ ദ കമൻറ്റ്സ്. ദ നോർത്ത് സ്റ്റാർ ഇൻഡിക്കേറ്റ്സ് ദ നോർത്ത് ഡയറക്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പോൾ സ്റ്റാർ. ഇറ്റ് ഓൾവേസ് റിമെയിൻസ് ഇൻ ദ സെയിം പൊസിഷൻ ഇൻ ദ സ്കൈ. പോൾ സ്റ്റാറിൻ്റെ പൊസിഷൻ ഒരിക്കലും മാറില്ല. ഇറ്റ്സ് ഓൾവേസ് ഇൻ ദ നോർത്ത് ഡയറക്ഷൻ. We can locate the position of the pole star with the help of Saptarishi. Look at figure 1.1. You'll note that if an imaginary line is drawn joining the pointer stars and extended further, it will point to pole star. So ഈ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് ഈ പോയിന്റഡ് സ്റ്റാർസിലെ ഈ 2 സ്റ്റാർസ് ഓഫ് സപ്തഋഷി അതിൽ നിന്നും നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്താൽ നമ്മളിതാ നോർത്ത് സ്റ്റാറിലേക്കാണ് അത് പോയിൻ്റ് ആവുക. സോ അങ്ങനെയായിരുന്നു ആൾക്കാർ നോർത്ത് സ്റ്റാർ ഏതാണ് എവിടെയാണ് ഉള്ളതെന്ന് ഡിറ്റർമൈൻ ചെയ്തത്. Some celestial bodies do not have their own heat and light. They are lit by the light of the stars. Such bodies are called planets. So, ചില celestial bodies ഉണ്ട് which emit their own heat and light. So, they are known as stars. അതേപോലെ there are few celestial bodies which do not have their own heat and light. They are lit by the light of stars. വേറെ സ്റ്റാർസിൻ്റെ ലൈറ്റ് ആണ് ഈ പ്ലാനറ്റ്സ് നമുക്ക് കാണിക്കുന്നത്. സോ വേറെ സ്റ്റാർസിൻ്റെ ലൈറ്റ് ഈ പ്ലാനറ്റ്സിൻ്റെ മേലെ പോയി വീഴുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ ലൈറ്റിനെ. അപ്പോൾ ആ ലൈറ്റിനെയാണ് നമ്മൾ കാണുന്നത്. ഈ പ്ലാനറ്റ്സിൻ്റെ ഗ്ലോ കാണുന്നില്ലേ, അത് ഈ വേറെ സ്റ്റാർസിൻ്റെ ലൈറ്റ് കാരണമാണ്. നമ്മൾ എർത്തും ഒരു പ്ലാനറ്റാണ് അല്ലേ. സോ നമ്മൾ എർത്തിൽ എങ്ങനെയാണ് ലൈറ്റ് വരുന്നത്? സൺ ഇസ് ദ നിയറസ്റ്റ് സ്റ്റാർ ടു us. സോ സണ്ണിൻ്റെ ലൈറ്റ് കാരണമാണ് നമ്മൾ എർത്തിൽ നിന്നും പുറത്തേക്ക് ലൈറ്റ് പോകുന്നത്. സോ ദാറ്റ് മീൻസ് പുറത്തുനിന്ന് വേറെ ഏതെങ്കിലും മൂണിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ നിന്ന് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എർത്തിനെ കാണുന്നുണ്ട് വെച്ചാൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ലൈറ്റ് ഓഫ് ദ സൺ വിച്ച് ഈസ് ആർ സ്റ്റാർ. ദി വേർഡ് പ്ലാനറ്റ് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് planetai, which means wanderers. So, planet എന്ന വേർഡ് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്, വിച്ച് ഈസ് planetai. അതിൻ്റെ മീനിങ് വാണ്ടറേഴ്സ് ആണ്. വാണ്ടറേഴ്സ് പറഞ്ഞാൽ എന്താ? വാണ്ടറേഴ്സ് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ, തിരിഞ്ഞു കളിക്കുന്ന ആൾക്കാർ, ലൈക്ക് എപ്പോഴും ഒരു സ്ഥലത്ത് നിൽക്കാണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ. സോ ദാറ്റ് ഈസ് വാണ്ടറേഴ്സ്. സോ അതേപോലെയല്ലേ പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സ് എപ്പോഴും സണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ തിരിഞ്ഞു കളിക്കും. സോ നമ്മൾ എർത്തും സണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ സർക്കിൾ ചെയ്യും, റൈറ്റ്? സോ നമ്മളെപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പ്ലാനറ്റ്സ്. ദി എർത്ത് ഓൺ വിച്ച് വി ലിവ് ഇസ് എ പ്ലാനറ്റ്. ഇറ്റ് ഗെറ്റ്സ് ഓൾ ഇറ്റ്സ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഫ്രം ദ സൺ വിച്ച് ഇസ് ആർ നിയറസ്റ്റ് സ്റ്റാർ. ഇഫ് വി ലുക്ക് അറ്റ് ദി എർത്ത് ഫ്രം എ ഗ്രേറ്റ് ഡിസ്റ്റൻസ്, സേ ദ മൂൺ, ഇറ്റ് വിൽ അപ്പിയർ ടു ബി ഷൈനിങ് ജസ്റ്റ് ആസ് ദ മൂൺ. നമ്മൾ ദൂരെ നിന്ന് നോക്കിയാൽ നമ്മൾക്ക് മൂണ് കാണുന്ന പോലെ തന്നെയാണ് വേറൊരു പ്ലാനറ്റിൽ നിന്നും എർത്തിനെ നോക്കിയാലും അവർക്കും കാണാം. ഒരു ഷൈൻ ചെയ്യുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് അവർക്ക് സ്കൈയിൽ കാണാം. ദി മൂൺ ദറ്റ് വി സീ ഇൻ ദ സ്കൈ ഇസ് എ സാറ്റലൈറ്റ്. ഇറ്റ് ഈസ് എ കമ്പാനിയൻ ഓഫ് എ എർത്ത് ആൻഡ് മൂവ്സ് അറൗണ്ട് ഇറ്റ്. എർത്ത് എങ്ങനെയാണോ സണ്ണിന് ചുറ്റും സർക്കിൾ ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മൾ മൂണ് എർത്തിൻ്റെ ചുറ്റും സർക്കിൾ ചെയ്യുന്നുണ്ട്. സോ മൂൺ നമ്മൾ എർത്തിൻ്റെ സ്വന്തം ആളാണ്. ഓക്കെ, സോ അത് നമ്മളെ അടുത്ത് എപ്പോഴും ഉണ്ടാവും, എർത്തിൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. സോ ലൈക്ക് അവർ എർത്ത്, there are 7 other planets that get heat and light from the sun. Some of them have their own moons too. അതേപോലെ നമ്മളെ സോളാർ സിസ്റ്റത്തിൽ 7 വേറെ പ്ലാനറ്റ്സ് ഉണ്ട്. അവരിൽ നിന്നും ചില പ്ലാനറ്റ്സിനും അവരുടേതായ മൂൺസും ഉണ്ട്. സോ മൂൺ എന്താണ്? ഇറ്റ്സ് എ സാറ്റലൈറ്റ്. ഓക്കെ, നൗ ലെറ്റ് us look at this interesting fact. Jupiter, Saturn and Uranus have rings around them. These are belts of small debris. These rings may be seen from the Earth with the help of powerful telescopes. നമ്മളെ സോളാർ സിസ്റ്റത്തിലെ 3 പ്ലാനറ്റ്സ് ആണ് ജുപ്പിറ്റർ, സാറ്റേൺ ആൻഡ് യുറാനസ്. ആ 3 പ്ലാനറ്റ്സിൻ്റെ ചുറ്റും നോക്കിയാൽ ഒരു ബെൽറ്റ് കാണാൻ സാധിക്കും, ലൈക്ക് യു ക്യാൻ സീ ഇൻ ദ പിക്ചർ ഓൺ ദ സ്ക്രീൻ. സോ ആ ബെൽറ്റ് എന്താണ്? അത് വലിയ വലിയ പാറ കഷ്ണങ്ങളാണ്.
ആ ബെൽറ്റിൽ മൊത്തം ഇങ്ങനത്തെ വലിയ വലിയ കഷ്ണങ്ങളാണ് ഡെബ്രി ആണ്. ഡെബ്രി എന്ന് പറഞ്ഞാൽ വലിയ പാറക്കഷ്ണങ്ങൾ പൊട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പീസസ് ഇല്ലേ, അതിനെയാണ് ഡെബ്രി എന്ന് പറയുക. നമ്മൾ പീസ് എന്നൊക്കെ വിചാരിക്കുമ്പോൾ ചെറിയ ചെറിയ പീസസ് ആണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് വെരി ഹ്യൂജ് കമ്പയർഡ് ടു അസ്. സോ അത് വലിയ വലിയ പീസസ് ഓഫ് റോക്സ് ആണ് കേട്ടോ. ദീസ് റിങ്സ് ക്യാൻ ബി സീൻ ഫ്രം എർത്ത്, ബട്ട് ടെലിസ്കോപ്സ് യൂസ് ചെയ്താൽ, നല്ല പവർഫുൾ ആയിട്ടുള്ള ടെലിസ്കോപ്പ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ റിങ്സിനെ കാണാൻ സാധിക്കുള്ളൂ. നമ്മൾ സോളാർ സിസ്റ്റം, പ്ലാനറ്റ്, സൺ എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ ലെറ്റ് us ലുക്ക് ഇൻ ടു ദ സോളാർ സിസ്റ്റം. സോ സോളാർ സിസ്റ്റത്തിൽ എന്തൊക്കെയാണുള്ളത്? ഇറ്റ് ഹാസ് സൺ, 8 planets, satellites and some other celestial bodies known as asteroids and meteoroids. So all this together forms the solar system. We call it solar family with the sun as its head. So നമ്മൾ സോളാർ സിസ്റ്റത്തിൽ സൺ ഉണ്ട്, which is the head of the family, which is the head of the solar family. പിന്നെ 8 planets ഉണ്ട്, എർത്തിനെ പോലെ തന്നെ. So earth is also included in that 8 planets. ആൻഡ് നമ്മൾ മൂണ് പോലെ എർത്തിൻ്റെ സാറ്റലൈറ്റ് ആണല്ലോ മൂണ്, അതേപോലെ വേറെ പ്ലാനറ്റ്സിൻ്റേതും സാറ്റലൈറ്റ്സ് ഉണ്ട്. നമ്മൾ പറയില്ലേ യുറാനസ്, സാറ്റേൺ, ജുപ്പിറ്റർ, അതിൻ്റെ ചുറ്റും ബെൽറ്റ് ഉണ്ട് വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ബിഗ് റോക്സ്. അതിന് ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ മീറ്റിയറോയിഡ്സ് എന്നും പറയും. സോ അത് വലിയ വലിയ റോക്സ് ആണ്. അതും നമ്മളെ സോളാർ സിസ്റ്റത്തിലുള്ള സെലസ്റ്റിയൽ ബോഡിയാണ്. അവരും ആ സോളാർ ഫാമിലീൻ്റെ പാർട്ടാണ്. അതേപോലെ മാർസിൻ്റെയും ജുപ്പിറ്ററിൻ്റെ ഇടയിൽ ഒരു വലിയൊരു പാറകഷ്ണത്തിൻ്റെ ബെൽറ്റ് ഉണ്ട്, ഒരു വലിയ സർക്കിളുണ്ട്. അതിന് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയും. സോ ലെറ്റ് us ലുക്ക് അറ്റ് ദിസ് ഡയഗ്രാം. ഇതാ നമ്മളെ സോളാർ സിസ്റ്റമാണിത്. ദ സണ്ണാണ് സെൻറ്ററിൽ ആൻഡ് ദ ഫസ്റ്റ് പ്ലാനറ്റ് ഇസ് മെർക്കുറി. അതാണ് സണ്ണിൻ്റെ ഏറ്റവും അടുത്ത്. അത് കഴിഞ്ഞിട്ട് വീനസ്, അത് കഴിഞ്ഞിട്ട് എർത്ത് നമ്മൾ തേർഡ് പ്ലാനറ്റ് ആണ്, ഓക്കെ, ഫ്രം ദ സൺ. ആൻഡ് ഫോർത്ത് പ്ലാനറ്റ് ഇസ് മാർസ് കഴിഞ്ഞാൽ ഇതാ ആസ്ട്രോയിഡ് ബെൽറ്റ്, ഫുൾ പാറകഷ്ണത്തിൻ്റെ ബെൽറ്റാണത്. അത് കഴിഞ്ഞാൽ ജുപ്പിറ്റർ, പിന്നെ സാറ്റേൺ, യുറാനസ് ആൻഡ് ദ ലാസ്റ്റ് പ്ലാനറ്റ് ഇസ് നെപ്റ്റ്യൂൺ. സോ പണ്ട് നമുക്ക് വേറൊരു പ്ലാനറ്റും കൂടി ഉണ്ടായിരുന്നു, പ്ലൂട്ടോ, ബട്ട് ഇറ്റ് ഹാസ് ബീൻ റിമൂവ്ഡ് ആസ് എ പ്ലാനറ്റ്. സോ നമുക്കിപ്പം 8 പ്ലാനറ്റ്സേ ഉള്ളൂ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 9 പ്ലാനറ്റ്സ് ആയിരുന്നു ഉള്ളത്. സോ നിങ്ങൾക്ക് ഒരു പ്ലാനറ്റിൻ്റെ പേര് പഠിക്കേണ്ട. ഓക്കെ, സോ വി വിൽ ലുക്ക് അറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി കോമ്പണൻസ് ഓഫ് ദി സോളാർ സിസ്റ്റം, ദ സൺ, പ്ലാനറ്റ്സ്, അതിനൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതുവരെയുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ and I'll see you in my next video. Till then, bye.